യു റൈറ്റ് ഗായ്സ്, ഇന്ന് ഞാൻ പോകുന്നത് വെസ്റ്റ് വെയിൽസിലുള്ള ടെൻബി എന്ന ബീച്ചിലോട്ടാണ്. യു കെയിൽ വന്നിട്ട് കുറച്ചായെങ്കിലും ഇതുവരെ ടെൻബിയിലോട്ട് ഞാൻ പോയിട്ടില്ല. എൻ്റെ ഇവിടെ നിന്ന് ഏകദേശം 120 മൈൽസ് വരുന്നുണ്ട്. ഏകദേശം 2.5 മണിക്കൂർ ഡ്രൈവാണ് എനിക്ക് വരുന്നത്. വെയിൽസിലെ റോഡുകളിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നല്ല അടിപൊളി വ്യൂ ആയിട്ട് നമുക്ക് കാണാം. മറ്റൊന്ന്, ഡ്രൈവ് ചെയ്യാൻ വെരി കംഫർട്ടബിൾ, നല്ല സുഖമാണ് ഡ്രൈവ് ചെയ്യാൻ. അങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഡ്രൈവിംഗ് ആസ്വദിച്ചു. നല്ല വെതറായതിനാൽ സ്കൈ എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ 2.5 മണിക്കൂർ ഡ്രൈവിങ്ങിന് ശേഷം ഞാൻ ടെൻബി ടൗണിലോട്ട് കയറി. ടൗണിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ടൂറിസ്റ്റുകളും ഉണ്ടായിരുന്നു. ടൗണിലോട്ട് കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പാർക്കിംഗ് ആണ് ഏറ്റവും വലിയൊരു ടാസ്ക് എൻ്റെ മുന്നിൽ. അത്യാവശ്യം നല്ല രീതിക്ക് ആളുകളും വണ്ടികളും ടൗണിലുണ്ടായതിനാൽ പാർക്കിംഗ് കിട്ടാൻ ഞാൻ നല്ല രീതിക്ക് ബുദ്ധിമുട്ടി. അങ്ങനെ ഞാൻ കാറ് കുറച്ച് മാറി പാർക്ക് ചെയ്ത് ടൗണിലോട്ട് നടക്കാൻ തുടങ്ങി. ഇതാണ് ടെൻബിയിലെ ബാപ്റ്റിസ്റ്റ് ചർച്ച്. കൊള്ളാം, നല്ല അടിപൊളി വെതറാണ് കേട്ടോ. എൻ്റെ മോനെ, ഏതാ വ്യൂ, ഒന്നും പറയാനില്ല. അടിപൊളി. മേഘങ്ങളൊക്കെ കറക്റ്റ്. ഒരുപാട് പേരുണ്ട് ഇവിടെ. എല്ലാവരും വ്യൂ എല്ലാം എൻജോയ് ചെയ്യാണ്. What a stunning day. ആളുകൾ ഒരുപാട് നല്ല റിലാക്സ് ആയി ഇരിക്കുന്നത് കാണാം. നല്ല വ്യൂ ആണ്. ഹലോ ഹലോ. ഇവിടുത്തെ വ്യൂ ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല. അടിപൊളി വ്യൂ. ഒരുപാട് ബോട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, നിർത്തിയിട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറച്ച് നടന്ന് ക്ഷീണിച്ചപ്പോൾ ഞങ്ങൾ നേരെ ഒരു സീ
സീസൈഡ് റെസ്റ്റോറൻറ്റിലോട്ട് കയറി. Yeah. Okay. It's better to sit here. Oh, thank you. Thank you. Yeah, shall we go inside? ഒരു അടിപൊളി വീട്ടി ഇവിടെ ഇരിക്കാം. ഇതാണ് മെനു. പക്ഷേ സീ വ്യൂ ആയതുകൊണ്ട് നല്ല പ്രൈസാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ട് എന്നുള്ളത്. പോപ്പുലർ മീൽസിൽ കോട്ടേജ് പോയ്, ഹാം ആൻഡ് എഗ്. കോട്ടേജ് പോയ് ഒക്കെ 17.95 ആണ്. ചിക്കൻ ബർഗർ, ഡബിൾ ചീസി ബർഗർ, എല്ലാം നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ. പക്ഷെ അടിപൊളി വ്യൂ ആണ്. വ്യൂ ഒന്നും പറയാൻ പറ്റില്ല. ഈ വ്യൂവിനാണ് പൈസ കൊടുക്കുന്നത്, ഫുഡിനല്ല. സത്യം പറഞ്ഞാൽ വ്യൂവിനാണ് പൈസ. ഞാൻ നേരെ അവിടുന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. കാരണം അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടാണ് തോന്നിയത്. കാരണം 17 പൗണ്ട് ഒരു ഫിഷ് ആൻഡ് ചിപ്സും ഇല്ല, ഫിഷ് മാത്രമേ ഉള്ളൂ. 17 പൗണ്ട് പറയുമ്പോൾ 1700 രൂപയാണ് നാട്ടിൽ വരുന്നത് ഒരു ജസ്റ്റ് ഫിഷ് ഫ്രൈ ചെയ്തതിന്. അത് ഭയങ്കര റേറ്റ് ആയിട്ടാണ് തോന്നിയത്. ഇനി കിട്ടുമ്പോൾ കാണാം. ഞങ്ങൾ എന്തായാലും ടേക്ക് അവേ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ടേക്ക് അവേ ഓർഡർ ചെയ്തു. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കൂപ്പൺ തന്നിട്ടുണ്ട്. അവർ വിളിക്കാറുണ്ട്. ടേക്ക് അവേ ഓർഡർ ചെയ്തപ്പോൾ തന്നെ അവർ നേരെ നമ്മോട് പുറത്ത് നിൽക്കാനാണ് പറഞ്ഞത്. കാരണം ഉള്ളിൽ ആ വ്യൂക്കാണ് അവർ ആ പ്രൈസ് പറയുന്നത്. കാരണം അപ്പം നമ്മൾ പുറത്തിറങ്ങി, പുറത്താണ് അതിനും അടിപൊളി വ്യൂ. അപ്പോൾ നമ്മൾ എന്തായാലും അവർ വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഫുഡ് കിട്ടി, നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്ന്. നമുക്ക് പ്രൈസ് കൂടുതലായി തോന്നിയ കാരണം നമ്മൾ നേരെ ടേക്ക് അവേ ആണ് ചെയ്തത്. അപ്പോൾ 13 പൗണ്ടാണ് ഒരു പാക്കിന് വന്നത്. ഫുഡ് കിട്ടി, നമുക്ക് നോക്കി നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. വലിയ ഫിഷാണ് കേട്ടോ, നല്ല ചൂടുണ്ട്. കഴിച്ചോ. നമ്മൾ ഫിഷ് ആൻഡ് ചിപ്സ് ഒക്കെ കഴിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി. ഫിഷ് ആൻഡ് ചിപ്സ് കൊള്ളാം, കുഴപ്പമില്ല, നന്നായിരുന്നു. 13 പൗണ്ടിന് എനിക്ക് തോന്നുന്നത് ഇത്രയും നല്ലൊരു സ്പോട്ടല്ലേ, അതായത് ടെൻബിയ പോലെയുള്ള നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസിലാകുമ്പോൾ 13 പൗണ്ട് ഉണ്ടാവും സ്വാഭാവികമായിട്ട്. പിന്നെ അതിനുള്ളിലിരുന്ന് കഴിക്കാനായിട്ട് നമുക്ക് തോന്നിയില്ല. കാരണം ഉള്ളിൽ ഫിഷിന് മാത്രം 17 ആയിട്ടായിരുന്നു പറഞ്ഞത്. അത് നമുക്ക് വെറുതായിട്ട് തോന്നിയില്ല. അപ്പോൾ അത് കാരണം നമ്മൾ പിന്നെ മെയിനായിട്ട് അവർ ആ പ്രൈസ് പറയുന്നത് ആ വ്യൂവിനും കൂടെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നേരെ ടേക്ക് അവേ ആക്കി നേരെ എടുത്തു, പുറത്തിറങ്ങി നല്ലൊരു സ്പോട്ട് കണ്ടെത്തി അവിടെ ഇരുന്ന് കഴിച്ചു. കുഴപ്പമില്ലായിരുന്നു. ഫിഷ് എല്ലാം അത്യാവശ്യം നല്ല വലുതായിരുന്നു. അതേപോലെ ചിപ്സും അത്യാവശ്യം ഉണ്ടായിരുന്നു. കാരണം 13 പൗണ്ടിന് ഓക്കെയാണ്. അത് അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഒരു 10ൽ 7 റേറ്റിംഗ് ഞാൻ കൊടുക്കുന്നതാണ്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ അടുത്ത സ്പോട്ടിലോട്ട് പോകും. അതിന് മുന്നേ നമ്മൾ ഒന്ന് റീഫ്രഷ് ആയിട്ട് വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, നല്ല വെതറായിരുന്നു. നമ്മൾ ഇറങ്ങിയപ്പോൾ ഭയങ്കര മോശം, അത്യാവശ്യം മഴയും ക്ലൗഡിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നല്ല വെതറാണ്, നല്ല വെയിലും കാരണവും വെയിലും എല്ലാം ഉണ്ട്.